സമ്മർ വെക്കേഷന്റെ ലാസ്റ്റ് ആയപ്പോഴാണ് ഞങ്ങൾക്കൊരു ട്രിപ്പ് പോകാൻ വേണ്ടി തോന്നിയത്. ബിക്കോസ് എല്ലാവരും തിരക്കായിരുന്നു. സോ ഞങ്ങൾ പോയത് കമ്പം ഗ്രേപ്പ് ഗാർഡൻ കാണാനായിരുന്നു. ഞാനും ജോബിനും ജെറിനും ജെറിന്റെ വൈഫ് ലൗസിയും പിന്നെ കാരിസ് ബേബിയും ഒരു കാറിലും പിന്നെ മിത്ര, അജീഷ്, റാഹേല് പിന്നെ ആര്യയും രാഹുലും അവർ വേറൊരു കാറിലുമായിരുന്നു. സോ ഞങ്ങൾ മീറ്റ് ചെയ്തത് മുണ്ടക്കയത്ത് വെച്ചിട്ടാണ്. ദെൻ അവിടുന്ന് ഒരു 1:30 ഒക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഏകദേശം ഒരു 3:30 3:30 4 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ കമ്പം ഗ്രേപ്പ് ഗാർഡനിലെത്തി. പോകുന്ന വഴിക്ക് ക്ലൈമറ്റ് ഒക്കെ നല്ലതായിരുന്നു. ബട്ട് ഗ്രേപ്പ് ഗാർഡൻ അടുക്കാറായപ്പം ഇങ്ങനെ മഴമേഘമൊക്കെ മൂടി കിടക്കുമായിരുന്നു. ആൻഡ് നമ്മൾ അകത്തോട്ട് കയറിയപ്പം മഴ എന്തായാലും പെയ്യാൻ തുടങ്ങി. സോ നമ്മൾ വേഗം കയറിയപ്പോഴത്തേനും പാസ് ഉണ്ടായിരുന്നു എന്ന് കണ്ടപ്പോൾ നമ്മൾ പാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം പാസ് എടുത്തു കഴിഞ്ഞ് നമ്മൾ അവിടെ കയറിയപ്പോഴാണ് മനസ്സിലായത് അതൊരു മ്യൂസിയം കൈൻഡ് ഓഫ് തിങ് അവർ സെറ്റ് ചെയ്തേക്കുന്നത്. അതായത് നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമും കുറേ കാര്യങ്ങളുടെ ഡെമോയും പിന്നെ ഒരു ചെറിയ വെജിറ്റബിൾ ഗാർഡനും പിന്നെ പിള്ളേർക്ക് കളിക്കാൻ ഒരു ഏരിയയും ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന. ചുമ്മാ വന്ന് നമുക്ക് കണ്ടും പിന്നെ ഒക്കെ എൻജോയ് ചെയ്ത് പോവാം. അപ്പം ഗ്രേപ്പ് ഗാർഡൻ എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ വളരെ വ്യത്യസ്തമായ ഒരു പ്രതീക്ഷകളായിരുന്നു. പക്ഷെ നമ്മൾ ഫാമിലിക്ക് ഒരു ദിവസം സ്പെൻഡ് ചെയ്യണം, ബിക്കോസ് ഞങ്ങൾക്ക് കുറച്ച് അടുത്തായതുകൊണ്ട് പോയി സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റിയൊരു സ്ഥലമാണ്. എന്തായാലും നമ്മൾ കുറച്ചു നേരം ആ മ്യൂസിയത്തിൽ തന്നെ നിന്നു. പിന്നെ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഗ്രേപ്പ് ഗാർഡൻ എന്ന് പറഞ്ഞ ആ ഒരു ഏരിയയിലോട്ട് പോകാൻ ശരിക്കും പറഞ്ഞാൽ പേയ്മെന്റും കാര്യങ്ങളൊന്നും വേണ്ടായിരുന്നു. സോ നമ്മൾ അത്യാവശ്യം മഴ പെയ്തപ്പോൾ അവിടെ ഫുള്ളും കുളമായി. അങ്ങനെ ആ ചെളി ഇവിടെയെല്ലാം നടന്ന് നടന്ന് നമ്മൾ ഗ്രേപ്പ് ഗാർഡനിലേക്ക് പോയി. അവിടെ നല്ല നല്ല തുടുത്ത മുന്തിരിങ്ങയൊക്കെ കിടപ്പുണ്ടായിരുന്നു. മുന്തിരിങ്ങ പറിക്കാൻ പാടില്ല, എന്തോ 500 റുപ്പീസ് എന്തോ ഫൈൻ ഉണ്ട്. ആൻഡ് നമ്മളവിടെ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. കുറേ ഫോട്ടോസ് എടുത്തു. കുറേ ആൾക്കാരുണ്ടായിരുന്നു ഈ ഗ്രേപ്പ് ഗാർഡൻ വരാൻ വേണ്ടി. മലയാളീസും തമിഴ്നാട്ടിൽ നിന്നുള്ളവരും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഗ്രേപ്പ് ജ്യൂസ് നമുക്ക് അവിടെ അവൈലബിൾ ആണ്. നമ്മൾ അതും കുടിച്ചു. പക്ഷെ ആ സമയത്തൊക്കെ നല്ല മഴ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, ഓൾമോസ്റ്റ് ഇടിമിന്നലും ഒക്കെ ആയിട്ട്. അപ്പം നല്ല രസമുണ്ടായിരുന്നു. ഗ്രേപ്പൊക്കെ അങ്ങനെ ഉണ്ടായി നിൽക്കുന്ന കാണാൻ ഞാൻ ആദ്യമായിട്ടോ കാണുന്നത്. സോ അവിടെ നിന്ന് കുറേ നേരം നിന്ന് കഴിഞ്ഞ് പിന്നെ നമ്മൾ നമ്മുടെ ഗ്രേപ്പ് ജ്യൂസ് കുടിക്കാൻ വേണ്ടി വന്നു. അവിടെ കുറേ നേരം ഇരുന്ന് വർത്താനം പറഞ്ഞു. പിന്നെ ഞങ്ങൾ തിരിച്ച് നമ്മൾ പോയി. അപ്പോഴത്തേനും അവിടെ നമ്മുടെ കുറച്ച് റൈഡ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. മിത്രയും ആര്യയും അവിടെ പോയി നമ്മുടെ സൈക്കിൾ കയറാൻ വേണ്ടിയിട്ട്, മറ്റേ റോപ്പിൽ കൂടെയുള്ള സൈക്കിൾ കയറാൻ വേണ്ടി പോയി. ഞങ്ങൾ അന്നേ പാനിപ്പൂരി കഴിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ പാനിപ്പൂരി ഭയങ്കര പൊട്ടയായിരുന്നു. പക്ഷെ നമ്മുടെ കാരിസ് ബേബിക്ക് കുറേ മറ്റേ പൂരി അവരെടുത്ത് കൊടുത്തു. ഈ പൂരിക്കകത്ത് അവർ മറ്റേ എന്തായിരുന്നു, പൊട്ടറ്റോസ് ഒന്നും വെച്ചില്ല, വെറുതെ ആ പൂരി പിന്നെ വേറെ എന്തൊക്കെയോ സാധനങ്ങളും പിന്നെ ആ പാനിയും തന്നു. എന്തായാലും ഞാൻ കഴിച്ചു, എനിക്കിഷ്ടമായതുകൊണ്ട്. പിന്നെ ഞാൻ നോക്കിയപ്പം അവരതുവഴി റോപ്പിൽ കൂടെ പോകുന്നുണ്ടായിരുന്നു. എനിക്ക് പോകണമെന്നുണ്ടായിരുന്നു, ബട്ട് ഇടി മിന്നലായതുകൊണ്ട് ഞാൻ പിന്നെ പോയില്ല. പിന്നെ നമ്മൾ അവിടുന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനുമാണ് വഴി വിളിച്ച് ഞാൻ ഈ സാധനങ്ങൾ കാണുന്നത്. സോ ഞാൻ 3 പാത്രം മേടിച്ചു. പിന്നെ ഞങ്ങൾ കുറേ നേരം അവിടെ പാർക്കിങ്ങിൽ പോയിരുന്ന് കാരിസ് ബേബിനെയും കളിപ്പിച്ചുകൊണ്ടിരുന്നു. വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം തന്നെ ഓൾമോസ്റ്റ് ഈവനിങ് ആയി. മഴ കുറഞ്ഞായിരുന്നു. പിന്നെ നമ്മൾ കുറേ നാൾ കൂടി കണ്ടത് കൊണ്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുകയായിരുന്നു മെയിൻ പരിപാടി. പിന്നെ ഞങ്ങൾ കുറേ നേരം കഴിഞ്ഞപ്പം അവിടെ നിന്ന് യാത്ര തിരിച്ചു. പിന്നെ കുറച്ച് മുന്തിരിയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ കമ്പം പോയ കുഞ്ഞൊരു വ്ളോഗ്.